വിഷമത്തോടെയാണെങ്കിലും ഞാൻ ഇരുന്ന് കണ്ടു. അങ്ങനെ കണ്ടു കഴിഞ്ഞ് ഒരു പകുതി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ആ കുട്ടിയെ നയിച്ച ഒരു വചനത്തെക്കുറിച്ചാണ്. അപ്പോൾ അവൾക്ക് കിട്ടിയ വചനം ഇതായിരുന്നു: ദുഃഖം സന്തോഷമായി മാറും. അപ്പോൾ എനിക്കും അതൊരു ഭയങ്കര ഒരു കാര്യമായി. ഇപ്പം എനിക്ക് സങ്കടമാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. ആ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ആ ഒരു വചനത്തിൽ നിന്ന് വളരെയധികം ഒരു ആത്മധൈര്യം കിട്ടി. അങ്ങനെ ഞാൻ ഇതിന് മുന്നോട്ട് പോയി. പിന്നെ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോഴും എനിക്ക് ഇത് കാരണം പെട്ടെന്ന് വന്നൊരു കല്യാണം ആയതുകൊണ്ട് തന്നെ നമുക്കതിന് ഫൈനാൻഷ്യലിയും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും കാര്യമായിട്ട് കരുതിയിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ആളായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞാൻ ഒന്നും സ്വരുക്കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മാതാവ് അതിനും എനിക്ക് സഹായം നൽകി. എനിക്ക് ഒത്തിരി പേര് സഹായങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. കുറേ പേര് വള തന്ന് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഫൈനാൻഷ്യലി കുറച്ച് പേര് സഹായിച്ചായിരുന്നു. അങ്ങനെ ഒരു ലോണും എനിക്ക് എടുക്കേണ്ട വന്നില്ല. ഒരു പ്രത്യേകിച്ച് ഒന്നിൻ്റെ ആവശ്യം തന്നെ വന്നില്ല. കല്യാണം മംഗളമായി നടക്കാൻ വേണ്ട എല്ലാ സാമ്പത്തിക കാര്യങ്ങളും എനിക്ക് മാതാവ് തന്നെ ഒരുക്കി തന്നു. അങ്ങനെ സെപ്റ്റംബർ 23